ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയാലോ? പാനിപ്പൂരി ഉണ്ടാക്കിയാലോ? നമുക്ക് ആദ്യം തന്നെ പാനിപ്പൂരിയുടെ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, 1/4 ഗ്ലാസ് മൈദ, അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ്. നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് നല്ലോണം കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ നോർമലി കുഴച്ചെടുക്കുക. ലാസ്റ്റ് കുഴച്ചതിന് ശേഷം ഇച്ചിരി എണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഉണ്ടോ, ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അത് ഞാൻ 3 ബോൾസുകളാക്കി മാറ്റുവാണ്. അതിനുശേഷം അത് ഞാൻ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ വലുതാക്കി ചപ്പാത്തി പരത്തിയെടുക്കുക. ചപ്പാത്തി പരത്തിയെടുക്കുക. ലേശം കട്ടി കാണും, റവി ആയതുകൊണ്ട് പ്രശ്നമില്ല, എന്നാലും നല്ലോണം പരത്തിയാൽ മതി. സാധാരണ ചപ്പാത്തിയുടെ ഒക്കെ കട്ടി രീതിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടുകൾ മാർക്ക് ചെയ്യുക. ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഹോൾസ് ഇടുക. എന്നിട്ട് ഇതുപോലെ അടർത്തിയെടുക്കുക. കണ്ടോ, കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. അതുപോലെ തന്നെ ബാക്കി എല്ലാ മാവും പരത്തിയെടുക്കുക. അടുത്തായി ഒരു കടായി വെച്ചു, ഓയിൽ ചൂടായതിനു ശേഷം നമ്മുടെ ഓരോ പൂരികളും ആഡ് ചെയ്യുക. പൂരി കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ മുക്കി എടുക്കണം. അപ്പോൾ നല്ല പൊങ്ങി വരും. കണ്ടോ, ഇതാ കണ്ടോ, ഈ ഒരു കളർ വരെ വറുക്കുക. ഓരോന്നാവുമ്പോഴത്തേക്കും അത് മാറ്റി കൊടുക്കുക. അങ്ങനെ എല്ലാ പൂരികളും വറുത്തെടുക്കുക. ഓരോന്നായി വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് പാനിപ്പൂരിക്കുള്ളത് പുളി ചട്നി ഉണ്ടാക്കാം. എങ്ങനെ വെച്ചാൽ ആദ്യം ഞാൻ ഒരു 3 ടീസ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം, ഒരു 10 കുരുമുളക്, പിന്നെ ഒരു 15 ഈത്തപ്പഴം, പിന്നെ കുറച്ച് വാളംപുളി. അതിനുശേഷം നമ്മളൊരു പാൻ എടുക്കുക. പാൻ ഒന്ന് ഹീറ്റ് ആയതിനു ശേഷം നമ്മുടെ ഈ ഈത്തപ്പഴവും പുളിയും ഈ ജീരകവും കുരുമുളകും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ശർക്കര ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. നല്ലോണം വേവുന്ന വരെ അടച്ചു വയ്ക്കുക. കണ്ടോ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം അരച്ചെടുക്കുക. നല്ലോണം മിക്സറിലിട്ട് നല്ലോണം അരച്ചെടുക്കുക. മിക്സറിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ആ പാൻ കഴുകിയിട്ട് ആ വെള്ളം തന്നെ ആയാലും മതി. അതിനുശേഷം അത് നല്ലോണം അരച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല പേസ്റ്റ് പരിവാക്കി എടുക്കുക. അടുത്ത നമുക്ക് ഗ്രീൻ ചട്നി എടുക്കാം. ആദ്യം കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം അരച്ചെടുക്കുക.
ഏകദേശം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ വേറൊരു ബൗളിലോട്ട് മാറ്റുക. അതിന് ശേഷം അതൊന്ന് വെള്ളത്തിൽ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് ചാട്ട് മസാല ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ബാക്കി നമ്മുടെ ബാക്കി ഗ്രീൻ പേസ്റ്റ് വേറൊരു ബൗളിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ആവശ്യം വരുമ്പോൾ എടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ആദ്യം പുളിയുള്ള ചട്നി ഉണ്ടാക്കിയില്ല, അതും ഇതുപോലെ തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് വെള്ളം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ധാന്യം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനൊരു കടലപ്പരിപ്പ് എടുത്തിട്ട് അതുപോലെ ഒരു 3 സ്പൂൺ കടലപ്പരിപ്പ് എടുത്തു. കുറച്ച് വെള്ളം ആഡ് ചെയ്തു. കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ എല്ലാ ചട്നിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടർമറിക് ചട്നി അതുപോലെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ചട്നി, നമ്മുടെ പരിപ്പ്, സേവ്, സവാള, നമ്മൾ വറുത്ത പൂരി. നമുക്കിനിത് സെർവ് ചെയ്താലോ? ആദ്യം ഇതുപോലെ നടുക്ക് ഹോൾസ് ഇടുക. ആദ്യം പരിപ്പ്, പിന്നെ പുളിയുള്ള ചട്നി, പിന്നെ ഗ്രീൻ ചട്നി. ഈ ചട്നി കേട്ടോ ഈ പാനിപ്പൂരി ഏറ്റവും മെയിൻ ഐറ്റം. പിന്നെ അതുപോലെ തന്നെ സവാള ചട്നിയിലാണ് ഈ പാനിപ്പൂരിയുടെ ടേസ്റ്റ്. പിന്നെ കുറച്ച് സേവ് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. അങ്ങനെ നമ്മുടെ പാനിപ്പൂരി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.